ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ എല്ലാം വരുമല്ലേ? അപ്പോൾ നമ്മുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നൊന്ന് നോക്കിയാലോ നമുക്ക്. ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ദാ യെല്ലോ ആൻഡ് ഗ്രീൻ കളറിലുള്ള ഒരു പേജ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അത് വരും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അത് ഈ ഇൻറ്റു മാർക്കിൽ കൊടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ദാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിറ്റിസൺ, ട്രെൻഡ്, ഹോം ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, അതിൽ സിറ്റിസൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദാ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ സെർച്ച് വോട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തൊട്ട് താഴെയായിട്ട് തന്നെ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുണ്ട്. നമുക്ക് വാർഡ് തലത്തിലെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സെർച്ച് വോട്ടർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വൈസ്, ലോക്കൽ ബോഡി വൈസ്, വാർഡ് വൈസ് ഈ 3 ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് സ്റ്റേറ്റ് വൈസിൽ തന്നെ എവിടെയെങ്കിലും നമ്മുടെ പേരുണ്ടോ, എവിടെയെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എവിടെയെങ്കിലും നമ്മളുടെ പേരുണ്ടോ, നമ്മുടെ വാർഡിലല്ലാതെ വേറെ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ ആദ്യത്തെ 2 ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനായ വാർഡ് വൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ വാർഡ് വൈസ് ഉള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ സെർച്ച് വോട്ടർ എന്ന് വരും. അതിൽ ചൂസ് ദ വാർഡ് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് ആദ്യം പറയുന്നത്. അപ്പോൾ ജില്ല ഏതാണെന്നും നമ്മുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അതേതാണോ എന്നും വാർഡ് ഏതാണെന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെതാ പ്രൊവൈഡ് വോട്ടർ നെയിം ഓർ വോട്ടർ ID കാർഡ് നമ്പർ, നമ്മുടെ പേരോ ID കാർഡ് നമ്പറോ കൊടുത്തതിന് ശേഷം ആ താഴെ കാണുന്ന ആ ക്യാപ്ചയും അതുപോലെ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ നമ്മുടെ വോട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വാർഡ് മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡി വൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെയും സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.